ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. ലെറ്റ്സ് കണ്ടിന്യൂ അവർ പൈത്തൺ പ്രോഗ്രാമിംഗ് സെക്ഷൻ. നമുക്ക് പൈത്തൺ പ്രോഗ്രാമിലേക്ക് തന്നെ മടങ്ങി വരാം. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് two sections. Okay, all of you take your page number 53. എല്ലാവരും പേജ് നമ്പർ 53 53 എടുക്കുക. ഓക്കെ, അതിൽ പ്രോഗ്രാം ബി എന്നുള്ള ഒരു പ്രോഗ്രാമുണ്ട്, പ്രോഗ്രാമിംഗ് സെക്ഷനുണ്ട്. കളർ മാജിക് എന്നുള്ള സെക്ഷനിൽ പ്രോഗ്രാം ബി എന്നുള്ള ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ലെറ്റ്സ് ഇവാലുവേറ്റ് എന്നുള്ള സെക്ഷൻ. ഓക്കെ, കളർ മാജിക് എന്നുള്ള സെക്ഷനിൽ വേറെയും 2 പ്രോഗ്രാംസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ലാബിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ, ആഫ്റ്റർ ദിസ് ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് തരും. ഓക്കെ, പക്ഷെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും വായിച്ചിട്ട് നിങ്ങൾ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം. ഓക്കെ, ഞാനും നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിലുപരി നിങ്ങൾ തന്നെ സ്വന്തമായിട്ടും ക്രിയേറ്റ് ചെയ്യുക നോട്ട്സ്. ഓക്കെ, പ്രിപ്പയർ ചെയ്യുക നോട്ട്സ്. ഓക്കെ ഓക്കെ കമ്മിങ് ബാക്ക് ടു അവർ പ്രോഗ്രാം ബി. ഓക്കെ, ഈ പ്രോഗ്രാം ബി, ദിസ് പ്രോഗ്രാം ഡിഫൈൻസ് എന്താണ്, 8 സർക്കിൾസ് ഡിസൈൻ അല്ലേ, ഒരു 8 സർക്കിൾസ് യൂസ് ചെയ്തിട്ടുള്ള, വൃത്തം യൂസ് ചെയ്തിട്ടുള്ള 8 ഡിസൈൻസ്, 8 ഡിസൈൻസ് ആണ്. ഓക്കെ, ആ ഓരോ ഡിസൈൻസിലും 4 സർക്കിൾസ് അല്ലെങ്കിൽ 4 വൃത്തങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, ക്ലിക്ക് ഓൺ ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, IDLE. ഓക്കെ, then file, new file. ഓക്കെ, ഫയൽ, ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തപ്പോൾ we can see a new window. Okay, a window, untitled window. Okay, first you just save the file. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ ഇത് സേവ് ചെയ്യാം. ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ പൈത്തൺ എന്നുള്ളൊരു പ്രോഗ്രാമിംഗ്, പൈത്തൺ എന്നുള്ളൊരു ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഫയൽ നെയിം നമുക്ക് സർക്കിൾ കളർ എന്ന് കൊടുക്കുക, സർക്കിൾ CLR എന്ന് കൊടുക്കുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്, കോഡ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ യെസ്, ദിസ് ഈസ് അവർ പ്രോഗ്രാം. ഓക്കെ, ഇതിൽ ആദ്യം തന്നിരിക്കുന്ന കമാൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്നുള്ളതാണ്. എന്താണ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ? യെസ്, ടു മേക്ക് എ, പറയൂ. യെസ്, ടർട്ടിൽ ഗ്രാഫിക്സ് നിർദ്ദേശങ്ങൾ അല്ലേ, ടർട്ടിൽ ഗ്രാഫിക്സ് നിർദ്ദേശങ്ങൾ പൈത്തൺ പ്രോഗ്രാമിൽ ആഡ് ചെയ്യേണ്ട, ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കമാൻഡ്, ഈ നിർദ്ദേശം എന്തായാലും വേണം.
അല്ലേ? അതാണ് ടർട്ടിൽ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, CLR എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 8 കളേഴ്സ് അല്ലേ? ബ്ലാക്ക്, വയലറ്റ്, പിങ്ക്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെയുള്ള 8 കളേഴ്സ് നമ്മുടെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? യെസ്, CLR. പെൻ സൈസ് മീൻസ് ദ തിക്നെസ് ഓഫ് ഇവിടെ ഹിയർ സർക്കിളിൻ്റെ തിക്നെസ് 3 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫോർ N ഇൻ കളർ. ഇവിടെ ശ്രദ്ധിക്കുക, CLR എന്നുള്ളത് നമ്മൾ 8 കളേഴ്സ് കൊടുത്തു, അവിടെ നമ്മൾ N എന്നുള്ള വേരിയബിളാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഫോർ N ഇൻ കളർ എന്ന് കൊടുത്തു. ഓക്കെ, അതിൽ കളർ ബ്ലാക്ക് N എന്നുള്ളത് നമ്മൾ എത്ര സർക്കിൾസ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര സർക്കിൾ ഡിസൈൻ ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ കളർ ബ്ലാക്ക് N അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സർക്കിൾസ് അല്ലേ? നമ്മൾ 8 ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര സർക്കിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ കളറാണ് എന്ത്? ബ്ലാക്ക്. ദ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ബോർഡർ കളർ ഈസ് ബ്ലാക്ക്. ഓക്കെ, എല്ലാ സർക്കിൾസിൻ്റെയും ഔട്ട്ലൈൻ കളർ ബ്ലാക്ക് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ലൈൻ ബിഗിൻ ഫിൽ ആൻഡ് എൻഡ് ഫിൽ. അറിയാലോ, നമ്മൾ കളറ് യൂസ് ചെയ്തിട്ടുള്ള പൈത്തൺ പ്രോഗ്രാം ചെയ്യുമ്പോൾ ബിഗിൻ ഫില്ലും എൻഡ് ഫില്ലും കൊടുക്കും. ഔട്ട്ലൈൻ കളർ വേണമെങ്കിലും നമുക്ക് കളർ ഫില്ല് ചെയ്യേണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുന്ന കളേഴ്സ് ബ്ലാക്ക്, വയലറ്റ്, ഇതാ 8 കളേഴ്സാണ് ഇവിടെ സർക്കിൾസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ പിന്നെ 4 സർക്കിൾസിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സർക്കിൾ 60, 70, 80, 90 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 4 സർക്കിൾസാണ് ഒരു സെറ്റിൽ വരിക. ഓക്കെ, 4 സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള 8 ഡിസൈൻസ് ഒരുമിച്ച് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് റൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, യെസ്, ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യും, സെക്കൻഡ് സർക്കിൾ, തേർഡ് സർക്കിൾ ആൻഡ് ദാറ്റ് ഫോർത്ത് സർക്കിൾ. ഒരു സെറ്റ് കംപ്ലീറ്റ് ആയി. എന്തോ ഒരു എറർ വന്നിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിങ്ങിന്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് RT45 എന്നുള്ളത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പെട്ടെന്ന് റിമൂവ് ആയിപ്പോയി. RT45 എന്നുള്ളത് അല്ലെങ്കിൽ റൈറ്റ് 45 എന്നുള്ളത് എന്താണ്? റൈറ്റിലോട്ട് ടേൺ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് അറിയാതെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോറി. അപ്പോൾ അതിന് മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് ഭാഗത്തേക്കാണ്? ഇപ്പോൾ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും എന്താണ് നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺസ് വരിക. അപ്പം നമുക്ക് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ, തേർഡ് സർക്കിൾ ആൻഡ് ഫോർത്ത് സർക്കിൾ. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റിലോട്ട് ടേൺ ചെയ്തിട്ട് വീണ്ടും അതേപോലെ 4 സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ്, സെക്കൻഡ് നമ്മൾ കൊടുത്തത് എന്താണ്? പിങ്ക് ആണ്. അടുത്ത സെറ്റ് വരുന്നത് ബ്ലൂ ആയിരിക്കും. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, സോറി, നമ്മൾ ബ്ലാക്ക്, വയലറ്റ്, യെസ്, ബ്ലാക്ക്, വയലറ്റ്, പിങ്ക്, ബ്ലൂ കറക്റ്റാണ്. ബ്ലാക്ക് കൊടുത്തു ആദ്യം, ദെൻ CLR എന്നുള്ളത് ഡിഫൈൻ ചെയ്തത് വയലറ്റ് ആണ്, ദെൻ പിങ്ക് കളർ വന്നു, ദെൻ ബ്ലൂ കളർ, ദെൻ ഗ്രീൻ കളർ, അടുത്തത് വരാൻ പോകുന്നത് യെല്ലോ കളർ, ദെൻ അടുത്തത് ഓറഞ്ച് കളറാണ്, നെക്സ്റ്റ് റെഡ്. നമ്മൾ കൊടുത്തതിനനുസരിച്ച് തന്നെയാണ്, നമ്മൾ കൊടുത്ത കളേഴ്സിനനുസരിച്ച് തന്നെയാണ് ഈ ഡിസൈൻ വരുന്നത്. ഓക്കെ, the last color, that is red. Okay, this is our pattern.
നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്ന അതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഡിസൈൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ലാബിൽ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഈസ് വിലയിരുത്താം എന്നുള്ള സെക്ഷനാണ്. ലെറ്റ്സ് ഇവാലുവേറ്റ് എന്നുള്ള സെക്ഷനാണ്. ഓക്കെ, നോക്കാം നമുക്ക്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്? താഴെ നൽകിയിരിക്കുന്നവയിൽ ആവർത്തന നിർദ്ദേശമായി ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫോർ ഉണ്ട്, പ്രിന്റ്, ഹോം, ഡി ഓപ്ഷൻ ഐട്രേറ്റ്. ഏതാണ്? ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പാണ് അല്ലേ? തന്നിരിക്കുന്നതിൽ ഫോർ ലൂപ്പാണ് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എ ആണ് കേട്ടോ, ഫോർ. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ടു ബി നെസസറിലി ഇൻക്ലൂഡഡ് ഇൻ എ പൈത്തൺ പ്രോഗ്രാം ടു മേക്ക് എ ടർട്ടിൽ ഗ്രാഫിക്സ് സ്റ്റേറ്റ്മെന്റ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റൻ ആണ്. ടർട്ടിൽ ഗ്രാഫിക്സ് നിർദ്ദേശങ്ങൾ പൈത്തൺ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതു നിർദ്ദേശമാണ് നിർബന്ധമായും ചേർക്കേണ്ടത്? അതിന് ഓപ്ഷൻസിൻ്റെ ആവശ്യമില്ല, ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ അല്ലേ? ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. നമ്മൾ ഏത് പ്രോഗ്രാം ഇപ്പോൾ ചെയ്യുമ്പോഴും, ഗ്രാഫിക്സ് ഉപയോഗിച്ചുള്ള ഏത് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴും ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ നമ്മൾ ഫസ്റ്റ് ലൈനിൽ കൊടുക്കുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം സെഗ്മെന്റ്സ് ടു ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് എ സ്ക്വയർ? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രോഗ്രാം സെഗ്മെന്റ് ആണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ ഐ ഇൻ റേഞ്ച് 4, ഫോർവേഡ് 100, RT 90. അപ്പോൾ ഇത് മൊത്തം സെയിം അല്ല, നമ്മൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് സെയിം ആണെന്ന് വിചാരിക്കും, പക്ഷെ അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റമുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ എഫ് ഫോർവേഡ്, ഫോർ ഐ ഇൻ റേഞ്ച്, ഫോർവേഡ് RT 90 എന്നൊക്കെ ഉള്ളത് ഒരേ ടാബ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ മാറ്റമുണ്ട്. RTയും എഫും ഒരേ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ബിയിൽ. അതുപോലെ സിയിൽ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്, തേർഡ് ലൈൻ മാറ്റമുണ്ട്. അതേപോലെ ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് ലൈനും ഒരുപോലെയാണ്, ഒരേ ടാബ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, ഫോർവേഡ് മാറ്റമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ആ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് കോളൻ കൊടുത്താൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ ഈ ഫോർവേഡ് 100 എന്ന് ഇവിടെയാണ് വരിക. നെക്സ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ ഈ ഫോർവേഡിൻ്റെ അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും, ടാബ് പൊസിഷനിൽ തന്നെ ആയിരിക്കും RT 90 അല്ലെങ്കിൽ റൈറ്റ് 90 ഡിഗ്രി എന്നുള്ള ആ ഇൻസ്ട്രക്ഷനും വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the instruction used for removing everything from the Turtle graphics window? ടർട്ടിൽ ഗ്രാഫിക്സ് ജാലകത്തിലെ ഉള്ളടക്കം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന നിർദ്ദേശം ഏതാണ്? എല്ലാവർക്കും അറിയാം, ആൻസർ ക്ലിയർ ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്ലിയർ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ? താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ ഉപയോഗം എന്താണ്? കളർ, ബ്രാക്കറ്റ്സിൽ ഡബിൾ കോട്ട്സിൽ ബ്ലാക്ക്, നെക്സ്റ്റ് ഡബിൾ കോട്ട്സിൽ ബ്ലൂ ആണ്. ഓക്കെ, കോമ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കളർ എന്നുള്ള ഇൻസ്ട്രക്ഷനിൽ 2 കളേഴ്സ് കൊടുത്താൽ അതിന് മീനിങ് ദ ഫസ്റ്റ് കളർ ഈസ് ദ ഔട്ട്ലൈൻ കളർ അല്ലെങ്കിൽ ബോർഡർ കളർ ഓഫ് ദാറ്റ് ഷേപ്പ്. സെക്കൻഡ് കളർ എന്താണ്? അതിൽ ഫില്ല് ചെയ്യുന്ന കളർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കറുപ്പ് നിറത്തിൽ ജാമിതീയ രൂപം വരച്ച നീലനിറം ഉപയോഗിച്ച് കളം നിറയ്ക്കുന്നതിന്, അല്ലെങ്കിൽ ഫോർ ഡ്രോയിങ് ജോമെട്രിക് ഷേപ്പ് ഇൻ ബ്ലാക്ക് കളർ ആൻഡ് ഫില്ലിംഗ് ഇറ്റ് വിത്ത് ബ്ലൂ കളർ അല്ലേ? ഫസ്റ്റ് കളർ ആ ജാമിതീയ രൂപം അല്ലെങ്കിൽ ജോമെട്രിക് ഷേപ്പ് വരയ്ക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈൻ കളർ, അതിൽ ഫില്ല് ചെയ്യുന്ന കളർ ബ്ലൂ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. 6th ക്വസ്റ്റ്യൻ, കളർ, പെൻ സൈസ്, അതുപോലെ റൈറ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കളറിന് ചേരുന്ന എന്താണ്? അറിയാം, ടു ഗീവ് കളർ ടു ദ ഡ്രോയിങ് അല്ലേ?
നിർമ്മിതികൾക്ക് നിറങ്ങൾ നൽകാൻ. നെക്സ്റ്റ് പെൻ സൈസിന് വരുന്നത് എന്താണ്? ഗ്രാഫിക് സ്ക്രീനിൽ തെളിയുന്ന വരകളുടെ വീതി നിർണ്ണയിക്കാൻ, അല്ലെങ്കിൽ ടു സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ദ ലൈൻസ് ദാറ്റ് അപ്പിയർ ഓൺ ദ ഗ്രാഫിക് സ്ക്രീൻ. ഓക്കെ. നെക്സ്റ്റ് റൈറ്റ് എന്താണ്? ടു ടേൺ ദ ടർട്ടിൽ ടു ദ റൈറ്റ് അക്കോർഡിംഗ് ടു ദ ഗിവൺ ആംഗിൾ. ടർട്ടിലിൻ്റെ ദിശ നിശ്ചിത ഡിഗ്രി വലത്തോട്ട് തിരിയാൻ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് പ്രാക്ടിക്കൽ സെക്ഷനാണ്. ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് ആണ് അടുത്ത ചാപ്റ്റർ. ഇത് നന്നായി നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വായിച്ചു വരിക. ഓക്കെ. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പൂർണ്ണമായിട്ടും തിയറി ബേസ്ഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്. നെറ്റ്വർക്കിംഗ് എന്താണെന്നും അതിനുപയോഗിക്കുന്ന ഡിവൈസ് എന്തൊക്കെയാണെന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായി വായിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. അതുകൂടാതെ ഞാനും നിങ്ങൾക്ക് നോട്ട്സ് തരും. നിങ്ങൾ എഴുതാത്ത ചോദ്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ.